അസ്ഥിത്വം വരെ പണയം വെച്ച് കൈപ്പത്തി ചിഹ്നം ഉപേക്ഷിച്ച് VC ഉണ്ണികൃഷ്ണൻ എന്ന CPM-ന്റെ മഹാനായ നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും അവർക്കൊരു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് വിജയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പറായി പഞ്ചായത്തിലേക്ക് വന്നു. അതേപോലെ തന്നെ നമുക്കറിയാം 21-ാം വാർഡ് എക്കാലത്തും ഞങ്ങളുടെ കുത്തകയാണ്. ഏത് ഓലക്കൊടിയായിട്ടാലും ഞങ്ങൾ ജയിക്കുമെന്ന അഹങ്കാരവും നിയമവും പറഞ്ഞു നടന്നിരുന്ന 21-ാം വാർഡ് ചമ്പംകുന്ന് നമ്മളുടെ പുലിക്കുട്ടിയായ സക്കീന AK എന്ന പുലിക്കുട്ടി 270 കരുവാരക്കുണ്ടിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റേ ഒരു കാര്യം പറയാനുള്ളത് 4000-ഓളം UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് UDF ഒറ്റക്കെട്ടായി നമ്മുടെ തരിശ് ബ്ലോക്ക് ഡിവിഷനിൽ UDF ഒറ്റക്കെട്ടായി നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് 2116 വോട്ടിന് നമ്മുടെ ശൈലേഷ് പട്ടിക്കാരൻ നമ്മുടെ മുന്നിൽ വിജയക്കൊടി പാറിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ആളുകളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ് മുഹമ്മദ് റസാഖ് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം സ്വരാജ് സംസാരിക്കും. അതുകൊണ്ട് ഒന്നും നീട്ടി പരത്തി പറയുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ 1-2 മഹൽ വ്യക്തിത്വങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് പതാക കൈമാറിക്കൊണ്ട് അവരൊന്ന് സ്വീകരിക്കുകയും വേണം. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ നമുക്ക് ഇവിടെ വരുന്നിട്ടുണ്ട്. നമ്മുടെ ക്രമീകരിച്ചത് കൊണ്ട് അതാത് വാർഡുകളിൽ കൊടുക്കുന്ന സ്വീകരണത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഇവിടെ കടന്നു വന്ന് പേര് തന്നിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അവർക്ക് പതാക കൈമാറും. ആ ഒരു ചടങ്ങ് കൂടിയുണ്ട്. ആ ചടങ്ങും അതേപോലെ തന്നെ നമ്മളോട് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് 2 വാക്ക് സംസാരിക്കും അദ്ദേഹം ചെയ്യും. അധ്യക്ഷൻ അദ്ദേഹത്തെ ക്ഷണിക്കും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് റസാഖിനെ സാദരം ക്ഷണിച്ചുകൊള്ളും. ആദരണീയനായ അധ്യക്ഷൻ സഖാവ് സ്വരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. എത്തിയിട്ടുണ്ടല്ലേ? പ്രിയപ്പെട്ടവരെ, സ്വരാജ് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുമെന്നുള്ള വിവരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുവരെ മാത്രം നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത അവിസ്മരണീയമായ മുഹൂർത്തത്തിലൂടെയാണ് കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഈ മലയോര ഗ്രാമം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഹന്തക്കും അഹങ്കാരത്തിനും കയ്യും കാലും വെച്ച UDF എന്ന അവിശുദ്ധ മുന്നണിയെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കിയ ദിവസമാണിന്ന്. മാത്രവുമല്ല, അധികാരം കിട്ടിയാൽ എന്ത് തോന്നിയാസം ചെയ്താലും ഞങ്ങളെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അതെല്ലാം മറന്ന് ജനങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള മൂഢവിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരവുമാണ് കരുവാരക്കുണ്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും കൈമുതലാക്കി പതിറ്റാണ്ടുകളോളം ഒരു നാട്ടിലെ ജനങ്ങളെ അടിമകളെപ്പോലെ അടക്കി വാണിരുന്ന UDF-നെ അവരുടെ അധികാര കുത്തക അവസാനിപ്പിച്ച കരുവാരക്കുണ്ടിലെ ഉശിരുള്ള മനുഷ്യർക്ക് CPIM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ അഭിവാദ്യവും അർപ്പിക്കുകയാണ്. ഇത് നാം കളിച്ച സെമി ഫൈനലാണ്. ഈ സെമി ഫൈനലിൽ
നമ്മുടെ ക്യാപ്റ്റൻ കരയിലായിരുന്നു, കളത്തിലിറങ്ങിയിട്ടില്ല. നമ്മളെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ കളിച്ച സെമി ഫൈനലാണ് ഇപ്പോൾ കേരളം കണ്ടത്. ഇനി ക്യാപ്റ്റൻ നേരിട്ട് കളത്തിലിറങ്ങുന്ന ഫൈനൽ മത്സരം കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ആ ഫൈനൽ മത്സരത്തിൽ UDF എന്ന് പറയുന്ന അവിശുദ്ധ മുന്നണിയുടെ ഗോൾ വലയിലേക്ക് തീമഴ വർഷിക്കുന്ന ഫൈനൽ മത്സരമാണ് ഇനി വരാൻ പോകുന്നത് കേരളത്തിൽ. കേരളത്തിന്റെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ കാസർകോട്ട് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം കേരളത്തിന്റെ തെക്കേ അറ്റത്തെത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണ്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ കേരളം ഇടതുപക്ഷത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അനുഭവമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പ് കരുവാരക്കുണ്ടിലെന്നല്ല, കേരളത്തിലെവിടെയും ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രത്യേകത മുൻകാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ ഉള്ളൊരു തെരഞ്ഞെടുപ്പല്ല. അതിനപ്പുറത്ത് ഒരുപാട് മാനങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നാം ഇപ്പോൾ കടന്നുപോയി കഴിഞ്ഞിട്ടുള്ളത്. കരുവാരക്കുണ്ടിലെ ജനങ്ങൾക്കറിയാം, എല്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സാധാരണ നാട്ടിൽ നടക്കാറുള്ള ചർച്ച എന്താ? അവിടുത്തെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട്, ഇപ്പുറത്ത് കുടിവെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ തെരുവുകളൊക്കെ കത്തുന്നില്ല എന്നൊക്കെയുള്ള നാട്ടിൻപുറങ്ങളിലെ ചെറുകിട പരാതികളൊക്കെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സാധാരണ ചർച്ച ചെയ്യപ്പെടാറുള്ളത് എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതല്ല ചർച്ച ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനപ്പുറത്ത് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന കേരളവും നമ്മുടെ പ്രിയപ്പെട്ട ഭാരതവും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അത്യപൂർവമായ, അത്യസാധാരണമായ ഒരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, ആ പ്രതിസന്ധിയെ ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്ന് ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ജനങ്ങൾ കണ്ടത്. അതാണ് നാടിന്ന് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് ഈ നാടിനെ കരകയറ്റാൻ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിലെ ജനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. അത് ഇടതുപക്ഷമാണ് എന്ന്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഓർമ്മയുണ്ടാകും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികളെയും കൊണ്ട് വീട് കയറാൻ നമ്മളൊക്കെ പോയപ്പോ ഉണ്ടായ അനുഭവം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. നമ്മുടെ വീടുകളിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ കൊണ്ടുചെന്ന സ്ഥാനാർത്ഥിയുടെ മുഖത്തേക്ക് പോലും അവർ നോക്കിയിട്ടില്ല. അത് നോക്കാതെ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികളെ, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി തോൽക്കാൻ പാടില്ല എന്ന്. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതാണ്. കേരളത്തിലെ 22,000-ഓളം വരുന്ന വാർഡുകളിലെ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ചിരുന്നു. ആ സ്ഥാനാർത്ഥി നമ്മൾ ആരുമല്ലായിരുന്നു. ലോകം മുഴുവൻ പട്ടിണി കിടക്കുന്ന ഈ വറുതിയുടെ കാലത്തും 3.5 കോടി മലയാളികളെ പട്ടിണിക്കിടാതെ നെഞ്ചോട് ചേർത്തുപിടിച്ച കേരളത്തിന്റെ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി. 22,000 വാർഡുകളിലെയും സ്ഥാനാർത്ഥി സഖാവ് പിണറായി വിജയന. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. കേരളം ഇന്നോളം കടന്നുപോയിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ 4.5 കൊല്ലക്കാലമായി നാം കടന്നുപോയത്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും ഈ കപ്പലിനെ ആടിയുലയാൻ അനുവദിക്കാതെ, ഈ കപ്പലിനെ കടലിൽ മുങ്ങാൻ അനുവദിക്കാതെ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉറപ്പാക്കിയിട്ട് ഈ നാടിനെ നെഞ്ചോട് ചേർത്തു പിടിച്ച കരളുറപ്പുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പ്രതിനിധികളായിട്ടാണ് ഈ ഇരിക്കുന്ന 13 ആളുകളും കരുവാരക്കുണ്ടിലെ ജനങ്ങളെ സമീപിച്ചത്. ആ മുഖ്യമന്ത്രിയുടെ പ്രതിനിധികളാണ്. അതുകൊണ്ടാണ് അവരെ ജയിപ്പിച്ചിട്ടുള്ളത്. തോറ്റയിടത്തും വിജയത്തോടടുത്ത പരാജയമാണ് ഈ കേരളത്തിലെമ്പാടും ഇടതുപക്ഷത്തിനുണ്ടായത്. ചില കൈത്തെറ്റുകൾ ചില വാർഡുകളിൽ ജനങ്ങൾക്ക് സംഭവിച്ചേക്കാം. അവരെ കുറ്റം പറയുകയോ അവരെ പഴിയാറുകയോ അല്ല. അവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ നേരിന്റെ രാഷ്ട്രീയം നേരാം വണ്ണം അവരിലേക്ക് എത്തിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും കരുവാരക്കുണ്ടിൽ ഇനിയുള്ള കാലങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാട് ആ രൂപത്തിലേക്കാണ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോകം മുഴുവൻ പട്ടിണിയിലാണ് ഇന്ന്. ലോകത്തിലെ തൊഴിലെടുക്കുന്ന ജനവിഭാഗങ്ങളിൽ പകുതിയിലധികം വരുന്ന ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. തൊഴിലും ജീവനോപാധിയും നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ പട്ടിണി മരണത്തിന്റെ വക്കത്തെത്തി നിൽക്കുമ്പോൾ ലോകത്തൊരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ്, ഈ നാട്ടിൽ ഒരാളും പട്ടിണി കിടക്കാൻ അനുവദിക്കില്ല എന്ന്. പട്ടിണി കിടക്കരുത് എന്നല്ല പറഞ്ഞത് അദ്ദേഹം, പട്ടിണി കിടക്കാൻ അനുവദിക്കില്ല എന്ന്. അത് നാം ഈ കേരള സംസ്ഥാനത്ത് കണ്ടു. കഴിഞ്ഞ 4-5 മാസക്കാലമായി അംഗനവാടി കുട്ടികൾ പഠിക്കുന്ന വീടുകളിൽ
അംഗനവാടിയിലെ ടീച്ചർ ഭക്ഷ്യധാന്യ കിറ്റ് കൊണ്ടേ കൊടുക്കുക. അത് വാങ്ങി വീട്ടിനകത്തേക്ക് വെച്ച് കഴിയുമ്പോഴേക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കുകയാണ്. 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന വീടുകളിലേക്ക് രക്ഷിതാക്കളെ ടീച്ചർ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ കുട്ടികൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് ഇവിടെ റെഡിയാണ്, കൊണ്ടുപോകണം. അത് വാങ്ങിവെച്ച് ടെലിവിഷൻ തുറന്നാൽ 6 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യക്ഷപ്പെടുകയാണ്. 88 ലക്ഷം വരുന്ന കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റ് നമ്മുടെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നു, സൗജന്യമാണ് തീർത്തുമെന്ന്. ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ലീഗും കോൺഗ്രസും പറഞ്ഞു 1 മാസമൊക്കെ കൊടുക്കുമായിരിക്കും. അയിലേറെ കൊടുക്കാനൊക്കെ എവിടുന്ന പൈസ 1 മാസമൊക്കെ കൊടുക്കുമായിരിക്കും പറഞ്ഞു. 2ാമത്തെ മാസവും കിട്ടി. 2ാമത്തെ മാസം കിട്ടുക മാത്രമല്ല, 2ാമത്തെ മാസവും ഈ 88 ലക്ഷം ജനങ്ങൾക്ക് സൗജന്യ കിറ്റ് കൊടുത്തിട്ട് മുഖ്യമന്ത്രി വീണ്ടും പറയുന്നത് എന്താ, ഇനിയൊരു 3 മാസക്കാലത്തേക്ക് ഇത് തുടരുമെന്ന്. ഇപ്പൊ ആ 3 മാസവും പൂർത്തിയായപ്പോഴിതാ ഏപ്രിൽ മാസം വരെ ഭക്ഷ്യധാന്യ കിറ്റ് തുടരാൻ പോകുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും വീടുകളിൽ ഒരു 10 കിലോ അരിയെങ്കിലും സ്റ്റോക്ക് ഇല്ലാത്ത ഏതെങ്കിലും ഒരു വീടുണ്ടോ? 10 കിലോ അരിയെങ്കിലും സ്റ്റോക്ക് ഇല്ലാത്തൊരൊറ്റ വീടും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇല്ലാതാക്കിയ ഒരു മുഖ്യമന്ത്രി അത് ഈ നാടിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ആ മുഖ്യമന്ത്രിക്കാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ ഭരണത്തിന്, ആ രാഷ്ട്രീയത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ നമ്മളെ UDF പറയുന്നത് എന്താ, കോൺഗ്രസും ലീഗുകാരും 3 നേരം ഇത് മൂക്കറ്റം വിഴുങ്ങിയിട്ട് കരുവാരക്കുണ്ടിലും കിഴക്കേ തലയിലും ഒക്കെ പീഡിയക്കൊലയമേൽ വന്നിട്ട് പറയുന്നത് ഇത് പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്നല്ലല്ലോ എന്നാണ്. പിണറായി വിജയന്റെ തന്തക്കും തറവാടിനും വിളിക്കുകയാണ് ഇത് മൂക്കറ്റം വിഴുങ്ങിയിട്ട്. എന്നിട്ട് അവര് പറയുന്നത് എന്താ, ഞങ്ങളൊക്കെ നികുതി അടച്ചതിന്റെ നികുതി പണം കൊണ്ടല്ലേ ഇതെന്ന്. UDF ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എത്തിയോണ്ടല്ലേ, ഇപ്പൊ ശരിക്കും സ്വരാജ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കരുവാരക്കുണ്ടിലെ ജനങ്ങൾ കാണിച്ച ഈ രാഷ്ട്രീയ പ്രബുദ്ധതയും അവർ കാണിച്ച ഈ വിവേകപൂർണമായ വിധിയെഴുത്തും സമാനതകളില്ലാത്തതാണ്. അതിന് തയ്യാറായ മുഴുവൻ ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഖാവ് സ്വരാജ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇരിക്കി.
അടുത്തതായി നിങ്ങളെല്ലാവരും ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA സുരാജ് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും കരുവാരക്കുണ്ടിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗം വേറെ നടന്നിട്ടുണ്ടാകും. നമ്മുടെ പാർട്ടി എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരുപക്ഷെ കരുവാരക്കുണ്ടിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം പങ്കാളിത്തമുള്ള ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇത് വലിയൊരു മാറ്റത്തിന്റെ സാക്ഷ്യപത്രമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ എത്രയോ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശിയിട്ടുണ്ട്. പലപ്പോഴും അസാധ്യമെന്ന് കരുതിയ പല പ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ വിജയം സമ്മാനിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. പക്ഷെ അന്നൊന്നും കരുവാരക്കുണ്ടിൽ ആ മാറ്റം പ്രതിഫലിച്ചിരുന്നില്ല. ഈ 2020 ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തം നിലയിൽ ഇത്രമാത്രം അഭിമാനകരമായ ഒരു മഹാവിജയം കരുവാരക്കുണ്ടിൽ നേടിയെടുത്തത്. കരുവാരക്കുണ്ടിൽ ഇങ്ങനെ ഒരു അഭിമാന വിജയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം കേരളം മുഴുവൻ 2021 ഈ ചുവന്ന പതാക പാറിപ്പറക്കുക തന്നെ ചെയ്യും എന്നാണ്. കാരണം അത്രമാത്രം പിന്തിരിപ്പൻ രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള ഒരു പ്രദേശമായിരുന്നല്ലോ നമ്മുടേത്. എത്ര അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഏറനാടിന്റെ വീരപുത്രൻ സഖാവ് കുഞ്ഞാലിയുടെ പാദസ്പർശമേറ്റ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂടി ആയിരുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. അതുപോലെ ഞാനിപ്പോ സാന്ദർഭികമായി ഓർമ്മിക്കുന്നു, 972 അതെ 972 പുതുപ്പാടിയിലെ തോട്ടം തൊഴിലാളി സമരത്തിന്റെ നായകനായിരുന്ന സഖാവ് ഉമ്മൻ അവിടെ നിന്നും അവരെല്ലാം ഇങ്ങോട്ട് സ്ഥലം മാറ്റി ഇവിടെ വെച്ച് അദ്ദേഹത്തെ കൊന്നുകളയുകയാണ് ചെയ്തത്. അല്ലേ? ഇവിടെ വെച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. നമ്മുടെ അരിമണലിലെ പാർട്ടി ഓഫീസ് മുമ്പ് സഖാവ് ഉമ്മന്റെ സ്മാരക മന്ദിരം എന്നാണ് അവിടെ ബോർഡ് സ്ഥാപിച്ചിരുന്നത്, അറിയപ്പെട്ടിരുന്നത്. സഖാവ് ഉമ്മന്റെ ചോര വീണ മണ്ണാണ് നമ്മുടെ ഈ മണ്ണ്, ഈ നാട്. ഒരു കാലവും കണക്കു തീർക്കാതെ പോവില്ല എന്ന് പറയാറുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത രക്തസാക്ഷികളുടെ മഹാത്യാഗത്തിന്റെ ചരിത്രം പേറുന്ന കേരളം രാഷ്ട്രീയമായി അത്തരത്തിലുള്ള ആക്രമണങ്ങളോടും അനീതികളോടും കണക്കു തീർക്കുക തന്നെ ചെയ്യും എന്ന് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ കുത്തകയായിരുന്ന 2 വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യമായി വിജയിച്ചത്. ആ വലിയ പരാജയം ഉൾക്കൊള്ളാനാവാതെ മുസ്ലിം ലീഗ് ആക്രമണം അഴിച്ചുവിട്ടതിലാണ് ഉശിരനായ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ സഖാവ് ഔഫ് അബ്ദുൾ റഹ്മാൻ മൃഗീയമായി കൊല്ലപ്പെട്ടത്. ഈ വിജയം നമ്മൾ ആഘോഷിക്കുമ്പോഴും ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഔഫ് അബ്ദുൾ റഹ്മാന്റെ
നെഞ്ചു പിളർക്കുന്ന വേദന നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, മിനിഞ്ഞാന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ രാവിലെ കോൺഗ്രസും നമ്മളും തമ്മിൽ മത്സരം. അതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ 3 കൗൺസിലർമാർ മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ. പക്ഷേ മുസ്ലിം ലീഗും നമ്മളും തമ്മിൽ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 പേർ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു. ഒരാൾ വോട്ട് അസാധുവാക്കി. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട 3 കൗൺസിലർമാർ, അതിൽ 2 പേർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനും ഒരാൾ വോട്ട് അസാധുവാക്കാനും തയ്യാറായി. ഞാൻ സൂചിപ്പിക്കുന്നത്, കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 6 സഖാക്കളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. നെടുമങ്ങാട്ടെ ഇരട്ടക്കൊലപാതകം ഉൾപ്പെടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉശിരാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കേരളത്തിലെ 6 പ്രിയപ്പെട്ട സഖാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ 5 മാസത്തിനിടയിൽ. ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന അപവാദ പ്രചരണം, കായികമായ ആക്രമണം, കൊലപാതകം, ഇതിനെയെല്ലാം നേരിട്ടാണ് ഈ മഹാവിജയം നമ്മൾ നേടിയത്. ഈ പ്രാവശ്യത്തെ വിജയത്തിന് ചരിത്രത്തിൽ ഒരുപക്ഷെ സമാനതകൾ ഉണ്ടാവില്ല. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPIM-ഉം, മുന്നണിയാണ് ഇടതുപക്ഷവും. ആ ഇടതുപക്ഷം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമ്മൾ മാത്രമല്ല, ഏത് മുന്നണി അധികാരത്തിലിരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു ഇത്തിരി വിമർശനം, ഒരു അസംതൃപ്തി ഒക്കെ ആളുകൾക്കിടയിൽ ഉണ്ടാവും. കഴിഞ്ഞ തവണ UDF ആയിരുന്നു അധികാരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. കേരളത്തിൽ UDF-നെതിരായ വിധിയെഴുത്താണ് പൊതുവിലുണ്ടായത്. അതിനു മുൻപ് നമ്മളായിരുന്നു 2010-ലെ തെരഞ്ഞെടുപ്പിൽ ഇത്ര അഭിമാനകരമായ ഒരു വിജയം നേടാൻ നമുക്ക് കഴിഞ്ഞില്ല. നമുക്കൊരു തിരിച്ചടി നേരിട്ടു. അതിനു മുൻപ് UDF ആയിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഭരിക്കുന്നവർക്കെതിരായ ഒരു വികാരം ചെറിയ അളവിലാണെങ്കിലും പ്രതിഫലിക്കാറുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ. എന്നാൽ സമീപകാല കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരിക്കുന്നവർക്കെതിരായ വികാരത്തിന്റെ കണിക പോലുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറി. ഈ വിജയത്തിന്റെ തിളക്കം നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനാവുന്നതിനും അപ്പുറമാണ്. ആദ്യത്തെ 2 ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ചില തകരാറ് സംഭവിച്ചു. അതുകൊണ്ട് തെറ്റായ ചില വിവരങ്ങളാണ് വന്നത്. തോറ്റ ചില ഇടങ്ങളിൽ UDF ജയിച്ചതായി അതിൽ രേഖപ്പെടുത്തി. അതിൽ പിടിച്ചാണ് നേതാക്കന്മാർ നിന്നത്. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ തെറ്റ് പരിഹരിച്ചു. തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഇലക്ഷനിൽ പറ്റിയ തെറ്റ് ജനങ്ങളും പരിഹരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം വെബ്സൈറ്റിലെ തെറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോ ഇലക്ഷൻ കമ്മീഷനും പരിഹരിച്ചു. അതോടെ കേരളത്തിൽ സംപൂജ്യരായി UDF മുന്നണി മാറി, ഒരു വട്ടപൂജ്യമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ഇത്രമാത്രം അപമാനകരമായ പരാജയം എന്തുകൊണ്ട് വന്നു എന്ന് ഉത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണെങ്കിൽ അവർ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ലോകാവസാനം വരെ അങ്ങനെ ഒരു പരിശോധന UDF-ൽ നടക്കില്ല. അത്തരത്തിൽ ഒരു പരിശോധന നടത്താനുള്ള അടിത്തറയോ കരുത്തോ UDF-നില്ല. പക്ഷെ നാം എന്തുകൊണ്ട് ഈ വിജയം നേടി? നമ്മളത് പരിശോധിക്കും. വിജയിക്കുമ്പോ ആഹ്ലാദ പ്രകടനമെല്ലാം നമ്മൾ നടത്തുമെങ്കിലും ആ വിജയത്തിന്റെ ലഹരിയിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് ഉത്തരവാദിത്വങ്ങൾ വിസ്മരിക്കുന്നവരല്ല നമ്മൾ. ഒരു പരാജയം സംഭവിച്ചാൽ നിരാശാഭരിതമായ മനസ്സോടെ കൊടിമടക്കി വീട്ടിലിരിക്കുന്നവരുമല്ല നമ്മൾ. പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പരിശോധിച്ച് പരാജയത്തിനിടയായ കാര്യങ്ങൾ ശരിയായി വിശകലനം ചെയ്ത് നമുക്കെന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്താനുള്ള ആർജവം പ്രകടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വല്ല തെറ്റിദ്ധാരണയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ അവർക്കിടയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിൽ വലിയ വിജയങ്ങൾ കൈവരുന്ന സമയത്ത് ആ വിജയങ്ങളിലൂടെ
ഇടതുപക്ഷത്തിൽ അർപ്പിക്കപ്പെടുന്നത് വലിയ ഉത്തരവാദിത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ വിനയാന്വിതരായി ഉത്തരവാദിത്വ ബോധത്തോടെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു വലിയ വിജയം നേടി. വിജയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ വിജയത്തിനേ കാരണങ്ങളുള്ളൂ. അതെന്തുകൊണ്ടാണ്? കഴിഞ്ഞ 4.5 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ 4.5 കൊല്ലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തുടർച്ചയായി നമുക്ക് ദുരന്തങ്ങളെ നേരിടേണ്ടതായി വന്നു. ആദ്യം നിപ, പിന്നെ ഓഖി, പ്രളയം, കാലവർഷക്കെടുതി, കൊറോണ, അതിന് പുറമെ കോൺഗ്രസ്. ഇതിനെയെല്ലാം നേരിട്ടിട്ടാണ് നമ്മൾ മുൻപോട്ട് പോയത്. എല്ലാം ദുരന്തമാണ്. ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. അത് അവര് കണ്ടുപിടിക്കട്ടെ. എല്ലാം ദുരന്തമാണ്. ഈ ദുരന്തങ്ങൾക്കിടയിൽ ശരിയായി കേരളത്തിൽ ഉദ്ദേശിക്കുന്ന വിധം ഭരണം നിർവഹിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എന്നാലും ഈ ദുരന്തമുഖങ്ങളിൽ കാലിടറി വീണുപോകാതെ ലോകത്തിലെ ഏത് മഹാശക്തിയും അടിപതറി വീണുപോകുമായിരുന്ന അപകടങ്ങളുടെ മുൻപിൽ ധീരമായി നിന്നു കേരളം. ജനങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സംരക്ഷണം നൽകി ജനങ്ങളെ ചേർത്തു പിടിച്ച് ഒരു ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത് എങ്ങനെ എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. ഓരോ അപകടങ്ങളുടെ മുൻപിലും കൂടുതൽ വലിയ അപകടം വന്നാലും അതിനെ അതിജീവിക്കാൻ ഈ ജനതയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയത് ഈ ഗവൺമെന്റിന്റെ ധീരമായ നേതൃത്വമാണ്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ അപകടങ്ങളുടെ മുൻപിൽ ധീരമായി നയിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു. ഒടുവിലാണ് കോവിഡ് ഭീഷണി വന്നത്. ആ കോവിഡ് ഭീഷണി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല, വിട്ടുമാറിയിട്ടില്ല. നമ്മളതിനെ നേരിടുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നലെ പത്രത്തിൽ വന്ന വാർത്ത 3000-ആയി മരണസംഖ്യ എന്നാണ് കേരളത്തിൽ. സത്യമാണ്. നമ്മുടെ ഇടയിൽ 3000 മനുഷ്യർ ഈ കഴിഞ്ഞ കഷ്ടിച്ചൊരു കൊല്ലത്തിനിടയിൽ കോവിഡ് ബാധിച്ചു മരിച്ചു. പക്ഷെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നമ്മളാണ്. തമിഴ്നാട്ടിൽ 15,000-ഓളമായി മരണസംഖ്യ, മഹാരാഷ്ട്രയിൽ 50,000, അയൽ സംസ്ഥാനങ്ങളിൽ 10,000-കണക്കിന് മനുഷ്യർ മരിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴും നാം പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ, നല്ല ബോധവൽക്കരണം, ജാഗ്രത, ഇതെല്ലാം കേരളത്തിലുണ്ട്. ഇവിടെ കിഴക്കേത്തലയിൽ ഒരാൾ കോവിഡ് ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ വീട്ടിൽ വിശ്രമിച്ചാൽ മതി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാലോ നേരെ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിക്കും. ഡോക്ടർമാർ പരമാവധി പരിശ്രമിച്ച് അദ്ദേഹത്തെ ആരോഗ്യവാനാക്കി മാറ്റും, തിരികെ വീട്ടിലെത്തിക്കും. നയാ പൈസ ചെലവഴിക്കണ്ട. സൗജന്യമാണ് ചികിത്സ. കോവിഡ് ചികിത്സ സമ്പൂർണമായി സൗജന്യമായി നടത്തുന്ന ഏക പ്രദേശം നമ്മുടെ പ്രദേശമാണ്, കേരളമാണ്. മറ്റു പലയിടങ്ങളിലും ജനങ്ങളെ വിധിക്ക് വിടുകയാണ്. അസുഖം വന്നാൽ കയ്യിൽ പണമുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാം, ഇല്ലെങ്കിൽ മരിച്ചു പോവുക. ഇതാണ് സ്ഥിതി. അതുകൊണ്ടാണ് 50,000-ഒക്കെ ആളുകൾ മരിച്ചു പോകുന്നത്. കേരളത്തിൽ ഇപ്പോഴും മരണസംഖ്യ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകുന്നത് ഈ മെച്ചപ്പെട്ട ആരോഗ്യ പരിപാലന സംവിധാനം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ സംവിധാനം ഒരുക്കുന്നതോടൊപ്പം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്കായി. ഇപ്പൊ കോവിഡ് മൂലം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, വരുമാനമില്ലാതെയായി, പട്ടിണിയിലേക്ക് വീഴുകയാണ് ജനങ്ങൾ. ലോകം നേരിടുന്ന 2 വെല്ലുവിളികളായാണ് ഐക്യരാഷ്ട്രസഭ കോവിഡിനെയും പട്ടിണിയെയും ഇപ്പോൾ കാണുന്നത്. കോവിഡിന്റെ തുടർച്ചയാണ് പട്ടിണി. വരുമാനമില്ലാതാകുന്നു, ജോലി നഷ്ടപ്പെടുന്നു, ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു. ഇതെല്ലായിടത്തും വ്യാപകമാണ്. ആ പരിതസ്ഥിതിയെ മുറിച്ചു കടക്കാനാണ് ഇടതുപക്ഷം കേരളം ഭരിക്കുമ്പോൾ ഒരു കുടുംബം പോലും കേരളത്തിൽ പട്ടിണി കിടക്കരുത് എന്ന ദൃഢനിശ്ചയത്തോടെ റേഷൻ കടകൾ വഴി സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യുകയാണ് നമ്മൾ എല്ലാ മാസവും. അതിനെയും പരിഹസിക്കുന്നവരുണ്ട്. ആ പരിഹസിക്കുന്നവർക്കുള്ള മറുപടി ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു. നമ്മൾ ഇനി വേറൊരു മറുപടി പറയേണ്ട കാര്യമില്ല. അതിനെ വിമർശിക്കുന്നവരുണ്ട്. എന്തൊക്കെയാണ് വിമർശനം? പ്രധാനമായി 2 വിമർശനമാണ്. ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത് സംബന്ധിച്ച് BJPയുടെ വിമർശനം എന്താണ്?
BJPയുടെ നേതാക്കന്മാർ മുതൽ പ്രവർത്തകർ വരെ സകലരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഈ കിറ്റ് പ്രധാനമന്ത്രിയുടെ കിറ്റാണ്. അതാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കരുവാരക്കുണ്ടിൽ പിന്നെ BJP ഒന്നും ഒരു വലിയ ശക്തിയല്ല, എന്നാലും ഉള്ള ആളുകൾ വീട്ടിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവും, കിറ്റ് കിട്ടിയില്ലേ, ഇത് മോദിജിയുടെ കിറ്റാണ്. അതാണ് പറയുന്നത്. അങ്ങ് പറയുകയാണ്. അത് പിന്നെ BJPയുടെ ഒരു പൊതുപ്രചരണ ശൈലിയാണ്. നമ്മുടെ ഇവിടെ റോഡിലൂടെ ഒരു നല്ല ആരോഗ്യമുള്ള നായ പോകുന്നുണ്ടെങ്കിൽ BJPക്കാരെ കണ്ടാ പറയും ഇത് പ്രധാനമന്ത്രിയുടെ നായയാണെന്ന് പറയും. അത് വിട്ടുകൊടുക്കൂല. കിറ്റൊക്കെ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിലാണ്. പക്ഷെ പ്രധാനമന്ത്രി തരുന്നതാണെങ്കിൽ, കേന്ദ്രം തരുന്നതാണെങ്കിൽ ഈ കിറ്റ് തമിഴ്നാട്ടിൽ കിട്ടണ്ടേ, കർണാടകയിൽ കിട്ടണ്ടേ, പ്രധാനമന്ത്രിയുടെ സ്വന്തം ഗുജറാത്തിൽ കിട്ടണ്ടേ, ഡൽഹിയിൽ കിട്ടണ്ടേ? അവിടെ എവിടെയില്ല. അതെന്താ, ഇതൊന്നും ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലേ? കേരളത്തിൽ മാത്രമാണ്. ആ വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രചാരവേലക്ക് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിഞ്ഞ് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ പറയില്ല. പകരം കോൺഗ്രസിന്റെ പ്രചരണം എന്താണ്? മുസ്ലിം ലീഗിന്റെ പ്രചാരവേല എന്താണ്? കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ UDF അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പ്രചരിപ്പിക്കുന്നു, ഈ കിറ്റ് വിതരണത്തിലൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ നമ്മുടെ പൈസയാണ്, നികുതി പൈസ, ഇത് നികുതി പണമാണ്. ഇത് കേട്ടാത്തൊന്നും കേരളം ഉണ്ടായിട്ട് 2020 ആദ്യമായിട്ട് നികുതി പണം ഉണ്ടായതെന്ന് തോന്നുന്നു. ഇനി അതല്ല പ്രശ്നം, ഇത് നികുതി പണമല്ല, ഇത് നികുതി പണമല്ല. പിന്നെ ഇത് ഏത് പണമാണ്? സൗജന്യമായി ഭക്ഷ്യധാന്യ കിറ്റുകൾ എല്ലാ മാസവും കേരളത്തിൽ വിതരണം ചെയ്യാൻ ചെലവഴിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണമാണ്, അത് നികുതി പണമല്ല. ഈ ദുരിതാശ്വാസ നിധിയിൽ എങ്ങനെയാണ് ഈ പണം കിട്ടുന്നത്? നല്ലവരായ മനുഷ്യർ അവർ കൈയയച്ചു നൽകുന്ന സംഭാവനകളാണ് എല്ലാ മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടാവുക. കേരളം ഒരു അപകടത്തിലേക്ക് വീണപ്പോ, വലിയ അപകടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ, നാളെ എന്താകുമെന്നറിയാതെ ഒരു ജനത അങ്ങേയറ്റം ആശങ്കാകുലരായി മാറിയപ്പോ ഒരുപാട് നല്ല മനുഷ്യർ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് മിച്ചം പിടിക്കാവുന്നതെല്ലാം എടുത്ത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. DYFIയുടെ പ്രവർത്തകന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടുകൾ കയറി ഇറങ്ങി പഴയ പത്രക്കടലാസുകളും ആക്രി സാധനങ്ങളും ശേഖരിച്ച് അത് വിറ്റ പണം സ്വരൂപിച്ച് DYFI പ്രവർത്തകർ കൂലിപ്പണിക്ക് പോയി അങ്ങനെ കിട്ടിയ കൂലി സമാഹരിച്ച് ഈ പണമെല്ലാം ചേർത്ത് 11 കോടി രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അപ്പോ മറുഭാഗത്തോ DYFI 11 കോടി, ഇവിടെ യൂത്ത് കോൺഗ്രസ് എത്ര രൂപ സംഭാവന ചെയ്തു ഈ നാടിനെ രക്ഷിക്കാൻ? നിങ്ങൾ ചോദിക്കണം യൂത്ത് കോൺഗ്രസിനോ. യൂത്ത് കോൺഗ്രസ് 11 കോടി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഓരോരുത്തർക്കും അവരവരുടെ ശേഷിക്കനുസരിച്ച്, ശക്തിക്കനുസരിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കാനും പ്രവർത്തിക്കാനും കഴിയും. അപ്പൊ DYFI 11 കോടി കൊടുക്കുമ്പോ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാർ അവരുടെ ശക്തിക്കനുസരിച്ച് ഒരു തുക സമാഹരിച്ചു കൊടുക്കണ്ടേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന് പറയാൻ കഴിയണ്ടേ? DYFI 11 കോടി കൊടുത്തു, ഞങ്ങൾ മോശമാക്കിയിട്ടില്ല, ഞങ്ങളുടെ ശേഷിക്കനുസരിച്ച് ഞങ്ങൾ ഇതാ ഒരു 100 ഉറുപ്പിക കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയണ്ടേ? ആ 100 കൊടുത്തോ? ആ 100 കൊടുത്തിട്ടില്ല. ഒരു നയ പൈസ കൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗിന്റെ അഴീക്കോട്ട MLA അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, 1 രൂപ പോലും കൊടുത്തു പോകരുത് ദുരിതാശ്വാസത്തിന്, 1 രൂപ പോലും കൊടുത്തു പോകരുത് എന്നാണ്. വടകരയിലെ MP, KPCCയുടെ മുൻ പ്രസിഡന്റ് അദ്ദേഹം ആഹ്വാനം ചെയ്തു, ഒരു കോൺഗ്രസുകാരനും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത്. അവസാനം ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു 5 ദിവസത്തെ ശമ്പളം, 5 ദിവസം, ഒരു മാസം 30 ദിവസത്തെ ശമ്പളം വാങ്ങുമ്പോ 5 ദിവസത്തെ ശമ്പളം സംഭാവനയായിട്ടല്ല, കടമായിട്ട്, കടം കുറച്ച് കഴിഞ്ഞ് തിരിച്ചു കൊടുക്കും. അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കാൻ ശ്രമിച്ചപ്പോ ആ ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് ഹൈക്കോടതിയിൽ കേസിന് പോയി. ഓർമ്മയില്ലേ? ഹൈക്കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് തൽക്കാലം നിന്നത്. അതാണ് ദുരിതാശ്വാസ നിധി.
മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ BJP-യുടെയോ പ്രവർത്തകരുടെ ചില്ലിക്കാശില്ലാതെ BJP-ക്കാരല്ലാത്ത, കോൺഗ്രസുകാരല്ലാത്ത, മുസ്ലിം ലീഗുകാരല്ലാത്ത കേരളത്തിലെ നല്ല മനുഷ്യർ, കേരളത്തിലെ നല്ല മനുഷ്യർ എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ മതി. അപ്പൊ ആരൊക്കെ അതിലുണ്ട് ഇല്ല എന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ആ മനുഷ്യർ നൽകിയ പണമാണ്. എന്റെ നിയോജക മണ്ഡലത്തിൽ 86 വയസ്സുള്ള ഒരു അമ്മൂമ്മ ആ ദിവസങ്ങളിൽ ഒരിക്കൽ എന്നെ വിളിച്ചു. വള്ളി എന്നാണ് അവരുടെ പേര്, മരട് നഗരസഭയിൽ. അവരുടെ കയ്യിലെ സ്വർണവളയും മാലയും മോതിരവും എല്ലാം ഊരി തന്നു. അവർ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്റെ എളിയ സംഭാവനയാണ്. അങ്ങനെ എത്രയോ മനുഷ്യർ, എത്രയോ നല്ല മനുഷ്യർ. ആ പണമാണ് ദുരിതാശ്വാസ നിധി. DYFI പ്രവർത്തകർ ചോര നീരാക്കിയ 11 കോടി ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ നല്ലവരായ എല്ലാ മനുഷ്യ സ്നേഹികളും സമാഹരിച്ച പണമാണ് ദുരിതാശ്വാസ നിധി. അതിൽ നിന്നുള്ള പണമെടുത്താണ് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നത്. ആ കിറ്റ് കൊടുക്കുന്നത് ആർക്കാണ്? എല്ലാ മനുഷ്യർക്കും. നിങ്ങൾ കരുവാരക്കുണ്ടിൽ അന്വേഷിക്ക്, ആർക്കെങ്കിലും ഇത് കിട്ടാത്തതുണ്ടോ? ഇല്ല, എല്ലാവർക്കും കിട്ടി. അപ്പോ ആ കിറ്റ് എല്ലാവരും സ്വീകരിച്ച്, അത് എല്ലാമായി എന്നല്ല, പട്ടിണിയിലേക്ക് പോകുമ്പോ ഒരാശ്വാസമാണ്, ഒരു ചെറിയ സഹായമാണ്. സർക്കാർ ഓരോ വീട്ടിലും നേരിട്ടെത്തുന്ന പ്രതീതിയാണ്. ഈ സർക്കാർ നമ്മളെ കൈവിട്ടില്ല എന്ന തോന്നൽ എല്ലാവരിലും ഉണ്ടായി. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ രഞ്ജിത്ത്, അദ്ദേഹത്തെ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഒരുപാട് പ്രശസ്തമായ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് രഞ്ജിത്ത്. അദ്ദേഹം കോഴിക്കോട്ടൊരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. നിങ്ങളെല്ലാം അത് വായിച്ചിട്ടുണ്ടാവും, എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അദ്ദേഹം വയനാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഏതോ ഒരു വയനാട്ടിലെ ഉൾനാടൻ പ്രദേശത്ത് റോഡരികിലുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അവിടെ ചായ കുടിക്കാൻ കയറി. ചായ കുടിക്കുന്നതിനിടയിൽ ചായക്കടക്കാരനുമായി കുശലാന്വേഷണം നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോ വികാരധീനനായി നാട്ടുംപുറത്തുകാരനായ ആ ചായക്കടക്കാരൻ പറഞ്ഞു അത്രേ, ഞങ്ങളെ പട്ടിണിക്കിട്ടില്ലല്ലോ സാറേ എന്ന്. എന്ത്? ഈ കോവിഡ് വൈറസ് ലോകം മുഴുവൻ തകർക്കുമ്പോ പിണറായി സർക്കാർ ഞങ്ങളെ പട്ടിണിക്കിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം റേഷൻ കട വഴി സൗജന്യമായി തന്നല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. എന്നിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർത്തു. അത്ഭുതത്തോടെ അദ്ദേഹം പറഞ്ഞു, പിന്നെ സാറേ ഇപ്പോ ക്ഷേമ പെൻഷൻ 1400 രൂപയാണ്, കുടിശ്ശികയില്ല. ഇതാണ് രഞ്ജിത്ത് പറഞ്ഞത്. രഞ്ജിത്ത് ഈ അനുഭവം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ അനുഭവം. ഇതുകൂടി കേൾപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നാണ് ശ്രീ രഞ്ജിത്ത് കോഴിക്കോട്ട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. ഇതൊരു ജനതയുടെ ജീവിതാനുഭവമാണ്. നാളിതുവരെ